കഴിഞ്ഞ കാറ്റിനും കോളിലൊക്കെ ഒരുപാട് വള്ളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇൻഷുറൻസും എന്തും ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് സാറ് ജയിച്ചു പോയാൽ, അതായത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സഹായം സാറിന് ചെയ്യാൻ പറ്റും? നമുക്ക് മുമ്പ് സബ്സിഡി നിരക്കിൽ എണ്ണ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 400-600 ലിറ്റർ എണ്ണ കിട്ടുമായിരുന്നു നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക്. അതനുസരിച്ച് നമ്മൾ പണിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു നേട്ടം എല്ലാ കുടുംബങ്ങളിലും ലഭിക്കുമായിരുന്നു. എന്നാൽ കുറച്ച് നാളായിട്ട് നമുക്ക് സബ്സിഡി നിരക്കിൽ എണ്ണ കിട്ടുന്നില്ല. അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വലിയ തുകയ്ക്കാണ് ഇപ്പോൾ എണ്ണ മേടിക്കുന്നത്. അത് മത്സ്യമേഖലയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് നിങ്ങൾ രണ്ട് ആളുകൾ ഉന്നയിച്ച പ്രശ്നവും. ഒന്ന്, മത്സ്യം കടലിൽ കിട്ടാനില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അത് രണ്ടും കണക്റ്റഡ് ആണ്. കൊണ്ടുപോകുന്ന മണ്ണെണ്ണയുടെ കൂലി പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ അഴീക്ക കടപ്പുറത്ത് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നവരുടെ കൂടെ ബോട്ടിൽ പോയായിരുന്നു ഒരു ദിവസം. അപ്പോൾ അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മളെ ഒരു 10-30 തൊഴിലാളികൾ ബോട്ടിൽ കയറി നേരെ പോയിട്ട് ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആകെ കുറച്ച് മത്തിയ കിട്ടിയതാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചു, നിങ്ങളുടെ എങ്ങനെ ഈ കൂലി നിങ്ങൾ മെച്ചപ്പെടുത്തും? എണ്ണയുടെ കൂലി പോലും നിങ്ങൾക്ക് തികയില്ലെന്ന്. ആകെ കിട്ടി കുറച്ച് മത്തി. ഇതൊരു ഒരു ഒരു ലോട്ടറി എടുക്കുന്ന പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുക ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടില്ല. മീൻ കിട്ടിയ കാര്യങ്ങൾ നടക്കും, മീൻ കിട്ടിയില്ല. ഇതിന് ഈ അത്യാവശ്യം മണ്ണെണ്ണ ഉപയോഗിക്കുന്ന ചിലവ് പോലും വൈകാതിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിച്ചാൽ അറിയാം, ആദ്യത്തെ 1ാമത്തെ ഐറ്റം മണ്ണെണ്ണ സൗജന്യമായി മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാനുള്ള, ആവശ്യത്തിന് മണ്ണെണ്ണ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് സൗജന്യ സംവിധാനം ഉണ്ടാക്കുന്നതാണ് 1ാമത്തെ വാഗ്ദാനമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 2ാമത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഈ മത്സ്യബന്ധനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മത്സ്യം കുറയുന്നത്? ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കടപ്പുറത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രജനനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ചില മേഖലകളിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇതിനൊരു ശാസ്ത്രീയമായ പഠനമൊന്നും ആരും നടത്തുന്നില്ല. എന്താണ് ചെയ്യണം, എന്തുകൊണ്ടാണ് മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് മാത്രമല്ല, യന്ത്രവൽകൃതമായിട്ട് വലിയ ബോട്ടുകൾ വന്നിട്ട് അവർ കംപ്ലീറ്റ് മിക്കവാറും തീരം അതിനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പരമ്പരാഗതമായിട്ട് പോകുന്ന ചെറിയ ബോട്ടുകളിലും മറ്റെല്ലാം നിൽക്കുന്നവർക്ക് മത്സ്യം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി തന്നെ, ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു അതോറിറ്റി തന്നെ രൂപീകരിക്കാനാണ് നമ്മൾ അതിനകത്ത് മുൻപ് നമ്മളൊരാശയം ഉണ്ടായിരുന്നതാണ്, അത് നടന്നില്ല, തീരുമാനിക്കാനാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം തീരുമാനിക്കുകയും അതനുസരിച്ച് അവിടുത്തെ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ട് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പെട്ടെന്നാണ് നമ്മുടെ കടൽക്ഷോഭം അതുപോലെ ഇതൊക്കെ വരുന്നത്, കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വള്ളങ്ങൾ നഷ്ടപ്പെടുകയും മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കാട്ടൂരിന്ന് ഒരാൾ ബോട്ടിൽ നിന്ന് പോയിട്ട് അയാളുടെ ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ആംബുലൻസ് സൗകര്യം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പ്രാബല്യമല്ല, അതെല്ലാം കട്ടപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്കീമുകൾ അത് വളരെ ആത്മാർത്ഥം നിറഞ്ഞതായാലേ കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി ജീവൻ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ എത്ര ജീവൻ അവരെ രക്ഷിക്കാൻ പറ്റുന്നുള്ളത് മാത്രമല്ല, ജീവൻ രക്ഷിക്കാൻ പോലെ ഇത്ര അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഇതിന് അട്ടിമുട്ടി ഒരു പരിഷ്കരണം ആവശ്യമായിട്ട്. താങ്കൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം, കാട്ടൂരത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം 3-4 മാസമായിട്ട് കാണാതായി. അവർക്കൊരു ആനുകൂല്യമില്ല. കാരണം പറയുന്നത് വെച്ചാൽ നമ്മളെ നിയമം അനുസരിച്ചിട്ട് കാണാതായിട്ട് ഇത്ര കാലം കഴിഞ്ഞാൽ 6 വർഷമോ 8 വർഷമോ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആനുകൂല്യം കിട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞ പ്രധാനപ്പെട്ട. മത്സ്യത്തൊഴിലാളി കാണാതായാൽ തിരിച്ചു വരുന്നെങ്കിൽ നമുക്ക് വലിയ കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവർ തിരിച്ചു വരണം ജീവനോട് തിരിച്ചു വരുന്നാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് ആ കുടുംബത്തിൻ്റെ നാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നാടാണ് തൽക്കാലത്തേക്കും കാണാതെ പോയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയ കാലയളവിൽ 1, 2, 3 മാസം കാത്തിരുന്നിട്ട് അവർ തിരിച്ചു വരുന്നില്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ നടപടിയാണ് നമ്മൾ അതിനകത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഞാനിപ്പോൾ ആലപ്പുഴ കടപ്പുറത്ത് പല കേസുകളിൽ ഞാൻ മുമ്പ് MP ആയിരുന്നപ്പോൾ ബന്ധപ്പെട്ടതാണ്. 12 കൊല്ലം കഴിഞ്ഞിട്ട് പോലും തിരിച്ചു വന്നവർക്ക് ആനുകൂല്യമില്ല, തിരിച്ചു വരാത്തവർക്ക്.
അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇല്ലാതായിരിക്കുന്നത്. പിന്നെ ഏത് വരുമാനം കൊണ്ട് അവർ ജീവിക്കും? അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിബന്ധന നമ്മൾ ഏർപ്പെടുത്തുന്നത്. 1350 രൂപ കിട്ടുമായിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ തരുന്നില്ല. അതുകൊണ്ട് അതിന് തീരുമാനം സാർ ജയിച്ചു പോയാൽ സാധിക്കുമോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പം പെൻഷനും കിട്ടുന്നില്ല. മത്സ്യത്തൊഴിലാളി മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. നമ്മളെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തണല്. ഇത് നേരത്തെ പറഞ്ഞ കാലത്ത് ഒരു ഞാൻ വിട്ടുപോയി. ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസിൽ നമ്മളെ മണമടിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റൊന്നും കാര്യം പറഞ്ഞിട്ട് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം കിട്ടാതെ പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് തീരദേശത്ത്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് ഞങ്ങൾ രാജസ്ഥാനിൽ ഇപ്പം ഞങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്താണ് ഒരു ചിരഞ്ജീവി പദ്ധതി എന്നുള്ള പേര്. നമുക്ക് അസുഖം വന്നു പോയാൽ, രോഗം വന്നു പോയാൽ നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. ചിലപ്പോൾ ആ സർജറി വേണ്ടി വരും, കിഡ്നി മാറ്റേണ്ടി വരും, ചിലർക്ക് കിഡ്നി അസുഖമായിരിക്കും, ചിലർക്ക് ഹാർട്ടിൻ്റെ അസുഖമായിരിക്കും, ഹാർട്ട് സർജറി വേണ്ടി. അപ്പോൾ 10-15-20 ലക്ഷം രൂപ ചിലവുണ്ട്. സങ്കല്പിക്കാൻ പോലും ഒരു കാര്യമാണ്. ചിലരൊക്കെ ചെയ്തിട്ട് ആ കുടുംബം മുഴുവൻ പോയ അവസ്ഥ എനിക്ക് നിന്നിട്ട്. അപ്പോൾ നമ്മൾ അത് രാജസ്ഥാനിൽ പരീക്ഷിച്ച ഏറ്റവും വലിയ സ്കീമായി മാറിയതാണ്. 25 ലക്ഷം രൂപ വരെ ചികിത്സ, സർജറി ഇതൊക്കെ കൊടുക്കാനും ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ അത് അടുത്ത പോയി ചികിത്സിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതി, രാജ്യത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് അത് പൊതുവായിട്ട് എല്ലാവർക്കും കിട്ടും. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല കിട്ടുന്നത്, എല്ലാവർക്കും കിട്ടും. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കും അതിൻ്റെ ആനുകൂല്യം കൃത്യമായിട്ട് പാവപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ഈ കടലിൽ പോകുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പ്രത്യേകമായ ഇൻഷുറൻസ് പദ്ധതി, ഇതുപോലുള്ള തട്ടിപ്പ് ഇൻഷുറൻസ് പദ്ധതിയല്ല, പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. തണൽ പോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ തണൽ പക്ഷേ പെൻഷൻ 8 മാസമായി കിട്ടിയിട്ടില്ല. ഞാൻ കേട്ടത് ഇപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ട് 2 മാസത്തേക്ക് തരാൻ പോയിട്ടുന്നത്. 2 മാസത്തേക്ക് അത് കൈക്കൂലിയായിട്ട് തരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ വന്നിപ്പോൾ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പെൻഷനെ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവരുടെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സിലൊരു സ്നേഹം വേണം ഒരു വിഭാഗത്തോട്. ഇപ്പം മത്സ്യബെഡിൽ ഭവനങ്ങളില്ല. അല്ല, അതിനകത്ത് കാരണമുണ്ട്. മത്സ്യത്തൊഴിലാളിക്ക് 2 ഭവന പദ്ധതി ഉണ്ടായിരുന്നു. മത്സ്യബെഡിൻ്റെതായിട്ടൊരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് നമുക്കറിയാം, ഞാനിൽ MLA ആയിരുന്നപ്പോൾ ഒരുപാട് നറുക്കെടുത്തിട്ടാണ് നമ്മൾ ഫിഷറി തീരുമാനിക്കുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇഷ്ടം പോലെ നമ്മുടെ ആളുകൾക്ക് വീട് കൊടുക്കുമായിരുന്നു. മത്സ്യത്തൊഴിലാളിക്കേ കിട്ടുള്ളൂ ആ വീട്. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു? ലൈഫിൽ ലയിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി കൊടുക്കേണ്ട മത്സ്യത്തൊഴിലാളിയും പൊതുവായിട്ട് ആളുകൾ ഒന്നിച്ചായി. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന അക്കാര്യത്തിലില്ല. നമുക്ക് മുമ്പായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് മാത്രമേ വീട് കിട്ടുള്ളൂ, മത്സ്യത്തൊഴിലാളി കൂട്ടത്തിൽപ്പെട്ടവർക്ക് മാത്രമേ വീട് കിട്ടുള്ളൂ. അത് ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്തായാലും 2 കൊല്ലം കഴിഞ്ഞ സർക്കാർ മാറും. ഞങ്ങൾ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി മാത്രമായിട്ട് കേന്ദ്രതലത്തിലൂടെ ഭവന നിർമ്മാണ പദ്ധതി, അവരുടെ വീടില്ലാത്ത പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നമ്മൾ കണക്കിലെടുക്കും. സാർ ഇപ്പോൾ നേരത്തെ പറയുന്നത് കേട്ട് കടലിൽ പോകുന്ന ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ തിരിച്ചു വരണമെന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ സാറേ, ഒന്നോർത്താൽ ഞങ്ങളെപ്പോലുള്ള തൊഴിലുപകരണങ്ങൾ 10-30 വർഷക്കാലം നടത്തുന്നവർ കടലിൽ പോയി ജീവനോട് വരുന്നതിൽ ഭേദം കടലിൽ പോയി മരണപ്പെട്ടു പോകുന്നതാണ് നല്ലതെന്നാണ് അറിയാം. കാരണം ഈ കഴിഞ്ഞ ഈ ഒരു 2022 വർഷം സെപ്റ്റംബർ 6-ാം തീയതി എൻ്റെ വെള്ളം ഈ കടൽ തീരത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി. കാരണം എൻ്റെ കൂടെ 2 തൊഴിലാളികളുണ്ടായിരുന്നു. അവർ നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് നീന്തറിയില്ല, നിങ്ങൾ പൊന്തിൽ തുഴഞ്ഞ് പോകാം, നിങ്ങൾക്ക് 2 പേർക്കും പൊന്തിൽ പണിയറിയാവുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ 2 പേരും എന്നോട് പറഞ്ഞത് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന, രക്ഷപ്പെടുമെങ്കിൽ നമ്മൾ 3 പേരും രക്ഷപ്പെടണം, അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് എനിക്ക് ജാക്കറ്റൊക്കെ ഇട്ട് എന്നെ ഇവിടെ കടൽ തീരത്ത് നിന്ന് പൊന്തിലിറങ്ങിപ്പോരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്കൊരു ഓർമ്മ പോലും ഇല്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോൾ ഈ തൊഴിലുപകരണം നഷ്ടപ്പെടുന്നതാണ് ഒരു ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഇതുവരെ കടലിൽ പണിക്ക് പോയിട്ടില്ല. കാരണം 35 വർഷക്കാലം ഞാൻ കടലിൽ പണിയെടുത്ത് അധ്വാനിച്ച മുതൽ 50 ലക്ഷം രൂപയാണ് എനിക്ക് അതിന് വിലയുള്ളത്. നാളിതുവരെ 100 രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഏകദേശം അത് കഴിഞ്ഞ് 1.5 ലക്ഷം രൂപയോളം കടം വാങ്ങിച്ച് തൊഴിലുപകരണത്തിൻ്റെ പുറകെ പോയി. ഇന്ന് വളരെ ദയനീയ അവസ്ഥ. എൻ്റെ മകൻ പഠിച്ചിട്ടിരുന്നതാണ്, അവൻ പഠിപ്പ് നിർത്തിയപ്പോൾ ജോലിക്ക് വന്നത്. അതാണ് എൻ്റെ അവസ്ഥ. ഈ കടൽ തീരത്ത് ആലപ്പുഴ ജില്ലയിൽ ഈ അർത്തങ്കം മുതൽ പുന്നപ്ര വരെ വരുന്ന ഭാഗത്ത് കോടിക്കണക്കിന് രൂപയുടെ തൊഴിലുപകരണങ്ങളാണ് ഇത് വർഷം നഷ്ടപ്പെട്ടു പോകുന്നത്. നാളിതുവരെ ഇപ്പോൾ അർത്തങ്കൽ സാന്താമരിയ എന്ന 2 ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയതാണ്. അത് പെട്ടെന്നുണ്ടായ ദുരന്തമാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വള്ളം, ഞങ്ങളുടെയൊക്കെ ജീവനൊക്കെ മറ്റുള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകരാണ് അവരുടെ ജീവനും കളഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ വയർലെസ് മെസ്സേജ് ഒന്നും കിട്ടിയില്ല. 5 ദിവസം കടലിൽ കിടന്നാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ കര വന്നത് വെറും വെളുപ്പിന് 5:30 മണിക്ക്. 35,000 രൂപയുടെ മീൻ അന്ന് ഞാൻ വിറ്റ്, ബാക്കി 2 ലക്ഷത്തിന് മുകളിലുള്ള മീൻ എൻ്റെ വള്ളത്തിലുണ്ടായിരുന്നു. ഈ കാറ്റ് വരുന്നത് 12 മണിയോട് കൂടിയാണ്.
ഈ തീരത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ആ കാറ്റ് വന്ന് ഞങ്ങളുടെ തൊഴിലുപകരണം നഷ്ടപ്പെട്ടത്. ഇനി എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് പിടിച്ചു കയറാൻ പറ്റത്തില്ല. കാരണം ഓഹി ദുരന്തം ഉണ്ടായപ്പോൾ കടലിൽ വെച്ച് ഞങ്ങളുടെ വള്ളം ഉണ്ടായതാണ്. ഞങ്ങൾ 10-30ഓളം വള്ളങ്ങൾ അന്ന് ആലപ്പുഴ കടൽ തീരത്ത് തുമ്പോളി തീരത്താണ് ഞങ്ങൾ പിടിച്ചു കയറ്റിയത്. ഞങ്ങൾ പിടിച്ചു കയറ്റിയ ഞങ്ങളുടെ തൊഴിലുപകരണങ്ങൾക്ക് 100 രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ കാട്ടൊരു 9 വള്ളം നഷ്ടപ്പെട്ട് അവർക്ക് തൊഴിലുപകരണങ്ങൾ കിട്ടി. അവർക്ക് തൊഴിലുപകരണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞാനുൾപ്പെടെ മുന്നിട്ടിറങ്ങിയതാണ്. പക്ഷേ നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ 1 രൂപ പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കാരണം അവൻ്റെ കുടുംബം ഈ ചെട്ടിയാട് പ്രദേശത്ത് ഓഹി ദുരന്തത്തിൽ വള്ളം നഷ്ടപ്പെട്ട് കോഴിക്കോട് പോയ വള്ളം അടുത്തതാണ്. വള്ളം എടുത്തെന്ന് വെച്ചാൽ തൊഴിലാളികളും തൊഴിലുപകരണം അവിടെ കിട്ടിയതാണ്. ആ ആൾ ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ മരണപ്പെട്ടു പോവുകയുണ്ടായി. കാരണം ഞാൻ പല ദിവസവും ആലോചിച്ചിട്ടുണ്ട്. കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് ഇവിടം വരെ എത്തുന്നവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, ഏത് കണക്ക് പരിശോധിച്ചാലും. കാരണം വണ്ടാനം മെഡിക്കൽ കോളേജിൽ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാർ ആത്മഹത്യ, കൊറോണ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തവരുടെ കണക്ക് പരിശോധിച്ചാൽ മതിയാവും. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ ആ കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്തവർ വളരെ തുച്ഛപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രതിസന്ധി തരണം ചെയ്താണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. മക്കളെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് വള്ളവും വലയും നഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും സഹായം, കാരണം വേറെ ഒന്നുമില്ല, തൊഴിലുപകരണം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ചെറിയ സഹായമെങ്കിലും ആ കുടുംബത്തിന് നൽകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ നഷ്ടപ്പെട്ട് ഇനി ജീവിതം അടുത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന നിരവധി പേരുണ്ട്. കാരണം ഈ 3-4-5 വർഷം 8 വർഷമായി. 7 വർഷത്തിന് മുമ്പ് കോഴിക്കോട് വെച്ച് എൻ്റെ വള്ളം ഒന്ന് അപകടപ്പെട്ടു പോയത്. ബോട്ടിടിച്ച് രാത്രി 12:10 ബോട്ടിടിച്ചിട്ട് ഞങ്ങൾ വേറൊരു ബോട്ട് 22 മണിക്കൂർ കെട്ടിയാണ് ചാലിയത്ത് എന്നെ കൊണ്ടുവരുന്നത്. ചാലിയത്ത് കടലിൽ നിന്ന്, കോഴിക്കോട് കടലിൽ നിന്ന് മുനമ്പത്ത് കൊണ്ടുവരുന്നത്. ഇതുവരെ 100 രൂപ കിട്ടിയിട്ടില്ല. കാരണം 22 വർഷം മുമ്പും ഞാൻ 5 ദിവസം കടലിൽ കിടന്ന് ഈ കാറ്റാടി തീരത്ത് വന്നാണ് കരക്കയറിയത്. അപ്പോൾ അതുകൊണ്ട് സാറ് ജയിച്ചു പോകുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു അത്യാവശ്യ കാര്യം, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണമെന്നാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാം. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ശ്രമിച്ചതാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഫിഷറീസിന് പ്രത്യേകമായിട്ടുള്ളൊരു വകുപ്പ്, ഇപ്പോൾ അവർ വകുപ്പ് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അഗ്രികൾച്ചറിൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ്. ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, മൃഗസംരക്ഷണം ഉണ്ട്, അതിൻ്റെ കൂടെ ഡയറി ഡെവലപ്മെൻ്റ് ഉണ്ട്, അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫിഷറീസിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക വകുപ്പ് നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഉപകരണങ്ങളുടെ ഒരു നഷ്ടം വന്നാൽ വളരെ വളരെ ഹൃദയസ്പൃക്കായ കാര്യമായിട്ടാണ് താങ്കൾ അവതരിപ്പിച്ചത്. ഹൃദയസ്പൃക്കാണ്, അവതരിപ്പിച്ചതല്ല. കാരണം ആളുകളുടെ ജീവന് ഇൻഷുറൻസ് ഉണ്ടാകാൻ ചിലപ്പോൾ നഷ്ടപരിഹാരം കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും അതുപോലെ അധ്വാനത്തിൻ്റെ സമ്പാദ്യവും ഒക്കെ എടുത്തിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ആ ഉപകരണം നഷ്ടപ്പെട്ടു പോയാൽ ആയുധമില്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കൈമലർത്തുകയല്ലാതെ. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് ചെയ്യാൻ അവർക്ക് പറ്റും? ഇതിനൊരു സാങ്കേതികത ഒരു പലപ്പോഴും പറയാനുള്ള ഇൻഷുറൻസ് ചെയ്തിട്ടില്ല, ഇൻഷൂർ ചെയ്തവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ സാങ്കേതികത്വമായി നമ്മളെ സർക്കാരിൻ്റെ മുമ്പിൽ പോകുമ്പോൾ പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരാൾ ഇൻഷൂർ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ നഷ്ടം തന്നെയല്ലേ. അപ്പോൾ ആ നഷ്ടം നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തായാലും താങ്കൾ ഈ പറഞ്ഞ ഗൗരവതരമായ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ജീവൻ നഷ്ടങ്ങൾ, ഉപകരണ നഷ്ടങ്ങൾ, ഇതിന് വേണ്ടിയിട്ടുള്ള കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു എല്ലാ വശവും ഉൾക്കൊള്ളുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നമ്മളുണ്ടാക്കും. ഇപ്പം നരേന്ദ്രമോദി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർ ഒരു ബ്ലൂ ഇക്കണോമി ഈ ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലല്ല ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പഴക്കം ചെന്ന മുദ്രാവാക്യമാണ് കടലും തീരവും സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാരിനെ കൊണ്ട് മത്സ്യത്തൊഴിലാളിയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ 2.25 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ ദൈനംദിനം കടലിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആരുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെയാണ് അവർ ഈ പണിക്ക് പോകുന്നത്. ക്ഷേമ പദ്ധതികൾ ഗവൺമെന്റുകൾ തരുന്നുണ്ട്. പക്ഷേ ഈ കടലും തീരവും ഇല്ലാതായാൽ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ബ്ലൂ ഇക്കണോമി നയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കടലും തീരവും കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഒരു നയമാണ്. ഏതാണ്ട് അവരതിന്റെ പണിപ്പുരയിൽ അത് പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ അങ്ങ് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നയത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികളുടെ കടലും തീരവും സംരക്ഷിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ച. തീരം നേരിടുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അവരുടെ ഒരു പോളിസി. ഇപ്പം തീരത്ത് മാത്രമല്ല, എല്ലാ തുറമുഖവും അഡാനീൻ്റെ കയ്യിലാണ്, എല്ലാ വിമാനത്താവളവും അഡാനീൻ്റെ കയ്യിലാണ്.
എല്ലാ ടെലികോം കമ്പനികൾ അവരുടെ കയ്യിലാണ്. ഇന്ത്യ മൊത്തം 2-3 തൊഴിലാളിമാർക്ക് വേണ്ടി കൊടുക്കുന്ന സംവിധാനമാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നോക്കുമ്പോൾ തീരം ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും പ്രയോജനം നാളെ ഭാവിയിൽ വിനോദത്തിനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് വേണ്ടിയുള്ള നയം തയ്യാറാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജോലി. മത്സ്യത്തൊഴിലാളി തീരത്തിൻ്റെ കാട്ടിലെങ്ങനെയാണ് ആദിവാസി ജീവിക്കുന്നത്, അതേപോലെയാണ് കാട് സംരക്ഷിക്കുന്നത് ആദിവാസികളാണ്. സത്യത്തിൽ സർക്കാരൊന്നുമല്ല സംരക്ഷിക്കുന്നത്, അവരാണ് അവിടെ ജീവിച്ച് സംരക്ഷിക്കുന്നത്. അതുപോലെ കടൽ സംരക്ഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അതേ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി വിഭാഗം. പക്ഷേ അവർക്ക് ആ പരിഗണന കിട്ടാറ്. ഉള്ള തീരം പോലും ഇല്ലാതാക്കിക്കൊണ്ട് അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു പോളിസിയിലേക്ക് അവർ പോകുന്ന ഒരു കാരണവശാലും, അതിപ്പം ഞങ്ങൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നാലും ഞങ്ങൾ ശക്തമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. നമ്മുടെ ഗവൺമെൻറ് അതിന് നേരെ വിപരീതമായ നിലപാട് എടുക്കുള്ളൂ. കാരണം ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെ കൊടുക്കുന്നതിന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ അറിയാം. കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഓരോ ദിവസവും നടത്തുന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയ ആളാണ്. അയാളുടെ ഡിസ്ക്വാളിഫൈ ചെയ്താണ് അഡാനിനൊക്കെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ആശങ്ക വേണ്ട. അത് ഞങ്ങൾ വ്യക്തമായ നയമാണ്. തീരം കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാനോ അവർക്ക് കൊണ്ടുപോകാനോ തീരം മത്സ്യത്തൊഴിലാളിക്ക് അന്യദിനപ്പെട്ടു പോകുന്ന ഒരു നടപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന കാര്യം 100% ഉറപ്പോടെ ഞാൻ ഉറപ്പ് പറയാം. മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നമ്മൾ പിന്നെ കടലപകടങ്ങളാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം. നമുക്ക് നിരവധി സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ബോഡി പെറുക്കാൻ മാത്രമേ വരാറുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു എയർ ആംബുലൻസാണ്. നമുക്കറിയാം, നമുക്ക് നേവിക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ രാജ്യം ചന്ദ്രാന്തപഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇന്ന് രക്ഷിക്കാൻ പറ്റുന്ന എയർ ആംബുലൻസ് സംവിധാനത്തിന് മാത്രമേ ജീവനോട് ഞങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങ് MP ആയാൽ തീർച്ചയായിട്ടും കേരളത്തിലെ 3 സോണുകളായി തിരിച്ചുകൊണ്ട് 3 എയർ ആംബുലൻസ് സംവിധാനം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എനിക്ക്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ യഥാർത്ഥത്തിൽ കടലിൽ മത്സ്യത്തൊഴിലാളി പോയാൽ തിരിച്ചു കിട്ടുന്ന മത്സ്യത്തൊഴിലാളിനെ മുങ്ങിയെടുക്കേണ്ട അവസ്ഥയാണ്. കോസ്റ്റ് ഗാർഡ് വരും, നേവി വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവസാനം ബോഡി തിരിച്ചെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പോയിട്ട് നീന്തിയിട്ട് തപ്പിയെടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും കാണാറുള്ളത്. ഇതിനുള്ള ഒരു നമ്മൾ കോസ്റ്റ് ഗാർഡ് ഇപ്പം എങ്ങനെയാണ് സാർ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഹെലികോപ്റ്റേഴ്സ്, എയർ ആംബുലൻസ് അതൊക്കെ ഉണ്ടാകാം. അന്ന് അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം 2014 നടത്തിയപ്പോഴാണ് സർക്കാർ മാറി മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ തീരമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞാൽ കേരളത്തെ മൊത്തത്തിൽ തീരമുള്ളത്, നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രം സ്വാർത്ഥത പറയുന്നതല്ല. തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ജീവൻ സംരക്ഷിക്കാനുള്ള ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഗവൺമെൻറ് വന്നാൽ ശക്തമായിട്ടും നടപടി ഉണ്ടാകും. നമുക്ക് ഇപ്പോഴും ഞങ്ങൾ നേരിടുന്ന മറ്റൊരു വിഷയമാണ് CRZ മൂലം ഭവന നിർമ്മാണത്തിൽ നിരന്തരം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സർക്കാർ ഇപ്പം നമ്മൾക്ക് ഇളവ് അനുവദിക്കാൻ വേണ്ടിയുള്ള പല സിറ്റിങ്ങുകൾ നടത്തിയിട്ടും ഈ സർക്കാർ CZMP പ്ലാൻ കൊടുക്കാത്തത് മൂലം ആ ഇളവ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുക. അപ്പം അതിനൊരു മാറ്റം വരുത്തുവാൻ അങ്ങനെ ഭാഗത്തു നിന്ന് അത് മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ മത്സ്യത്തൊഴിലാളിയുടെ എങ്ങനെ വീട് വെക്കുക? നമ്മൾ CRZ ഒരു നയമുണ്ടായിരുന്നു. എന്തിനാ CRZ നടപ്പിലാക്കിയത്? CRZ നടപ്പിലാക്കാൻ കാരണം തീരം അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാണ്. നമ്മുടെ തീരത്ത് വൻകിട കെട്ടിടങ്ങൾ വന്ന്, വിനോദസഞ്ചാര കെട്ടിട മേഖലയിലുള്ള ഹോട്ടലുകൾ വന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ന് സാഹചര്യത്തെയാണ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് ഫലത്തിൽ CRZ മത്സ്യത്തൊഴിലാളിക്ക് വീട് വെക്കുന്നതിനാണ് എതിർക്ക്. കെട്ടിടങ്ങൾക്ക് എതിർപ്പില്ല, ടൂറിസത്തിന് ഇളവുണ്ട്. ഇപ്പം ആകെപ്പാടെ വന്നിരിക്കുന്നത് അതാണ്. അത് സമഗ്രമായ പരിഷ്കരണം നടത്തണം ആ കാര്യത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MP ആയിരുന്നപ്പോൾ 2013 തോന്നുന്നു, ആലപ്പാട്ട് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി സുഹൃത്ത് അഴീക്കൽ, അദ്ദേഹത്തിന് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചു. അപ്പോഴാണ് പിന്നെ അവർ കണ്ടുപിടിച്ചു CRZ ഇല്ലാന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലം കിടക്കുന്നത്, അതുകൊണ്ട് ആ വീട് അനുവദിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, കലക്ട്രേറ്റോട് നിരന്തരമായി പോരാടി സമരം ചെയ്ത് അതിനകത്ത് ഫൈറ്റ് ചെയ്ത് പഞ്ചായത്തിനോട് ഫൈറ്റ് ചെയ്ത് ആ സെബാസ്റ്റ്യൻ ഇപ്പോൾ താമസിക്കുന്നത് ലൈഫ് വീട്ടിലാണ് എന്നുള്ളത് അന്വേഷിച്ചറിയാം CRZ. അപ്പോൾ നമ്മളതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ കേസ് ഞാൻ പറയുകയാണ്. ഇതുപോലെ ഈ കാര്യത്തിൽ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഇടപെടേണ്ടതാണ്. CRZ നിയമം മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. ഇപ്പോൾ ഈ ഇരിക്കുന്ന തൊഴിലുപകരണങ്ങൾ പടിഞ്ഞോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസയ്ക്കൊന്നും പോകുന്ന, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പോവുള്ളൂ. ഇപ്പോൾ വർഷാവർഷങ്ങൾ ഇതിൻ്റെ പുനരുദ്ധാരണം നടത്തുക എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളി നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന മത്സ്യബന്ധന ഗ്രൂപ്പ് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ മത്സ്യഫെഡിൽ നിന്നൊരു ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അടുത്ത വർഷത്തിൽ പുനരുദ്ധരിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കും. 100% തിരിച്ചടവില്ല നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടുകയാണ്. പിന്നെ ഞങ്ങൾ സമീപിക്കുന്നത് ബാങ്കുകാർ.
ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഈടാണ് നമുക്ക് ചോദിക്കുന്നത്. അത് ഈ CRSന്റെ പരിധിയിലുള്ളത് കൊണ്ട് നമ്മുടെ സ്ഥലങ്ങൾ അവർക്ക് വേണ്ട. ഇത് താങ്കൾ പറയുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികൾക്ക് വായ്പ എന്ന് പറയുന്നത് ഇപ്പോൾ കെണിയായിട്ട് മാറിയിരിക്കുകയാണ്. വായ്പ വരുമ്പോൾ ഇങ്ങനെ ഒരു ഉണ്ട്, വായ്പ വാങ്ങിച്ചാൽ പിന്നെ അത് കടത്തിലായി അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളിപ്പം വായ്പ വാങ്ങുന്നത് മത്സ്യബെഡിൻ്റെ സൊസൈറ്റികളുണ്ട്, അതുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ടൊരു ഫൈനാൻസിങ് സിസ്റ്റം ഉണ്ടാക്കാൻ, അവരെ സാമ്പത്തികമായി സഹായിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ബാങ്കുകൾ സ്ഥാപിക്കുക, അതിന് അപ്പെക്സ് ബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാര മാർഗം. അതും ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബാങ്ക് സ്ഥാപിച്ചിട്ട് അവർക്ക് ഈ പറയുന്നതൊന്നുമില്ലാതെ ലോൺ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. സാറേ, ഒരു പ്രത്യേക കാര്യം അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്. നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളി മക്കൾക്ക് കൃത്യമായിട്ട് ലംസം ഗ്രാൻഡ് കിട്ടാറില്ല, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. സാർ, ഈ ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മത്സ്യത്തൊഴിലാളി സമൂഹം സാമ്പത്തികമായും സാമൂഹ്യമായും വളരെയധികം പിന്നോക്കം നിൽക്കുന്നൊരു സമൂഹമാണ്. സാർ, ഈ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഒരു കോസ്റ്റൽ ട്രൈബായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ? അതാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സോഷ്യോ ഇക്കണോമിക് സർവേ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം കണക്കിലാക്കി അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന്, മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇന്ത്യയിലത്തെ മൊത്തം ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, ജോലി എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. ഏറ്റവും ബൃഹത്തായിട്ട് ഇന്ത്യയുടെ ചേഞ്ച് മാറ്റാവുന്ന, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിപ്പം തെലങ്കാനയിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കർണാടകത്തിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യുന്നത് അതാണ് എന്നുള്ള കാര്യം സംശയമുണ്ട്. ഇപ്പം മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ, എനിക്കറിയാം ചിലർ ഡോക്ടർമാരായിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് പേരേ ഉള്ളൂ. IAS എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ എല്ലാ പ്രാവശ്യവും കടലിൽ പോകാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ലല്ലോ. അവരുടെ മക്കളും പഠിച്ച് വലുതായി ഉദ്യോഗസ്ഥന്മാരായി മാറേണ്ടവരല്ലേ. അപ്പോൾ അതിന് അവർക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സൗകര്യം, അതുപോലെ മറ്റു കാര്യങ്ങളുടെ സൗകര്യം ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മത്സ്യ സംസ്കരണ മേഖലകളിൽ പണിയെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അവർ 6 മണിക്ക് കയറിയാൽ ചിലപ്പോൾ വൈകുന്നേരം 6 മണിക്കായിരിക്കും അവർ അതിൽ നിന്ന് ഇറങ്ങുക. ആ സമയം വരെ അവർ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു നിയമം വന്നായിരുന്നു സ്ത്രീകളെ ഇരുത്തിക്കൊണ്ട് നിർത്തി ജോലി ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്നും ആ മേഖലകളിൽ സ്ത്രീകൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ട്? ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ നിന്ന് പണിയെടുക്കാൻ പോലും പണിയില്ല അവിടെ. അരൂരിലെ ചെമ്മീൻ പീലിംഗ് സെൻറ്റേഴ്സ് എല്ലാം പൂട്ടിയിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അരൂരിൽ പോയി നോക്കിയപ്പോൾ ഒരു പീലിംഗ് സെൻറ്റർ കയറാൻ വെച്ചപ്പോൾ ആ പീലിംഗ് സെൻറ്ററിൽ ആരും പണിക്കാരില്ല. ചെമ്മീൻ വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. ചെമ്മീൻ പീലിംഗാണ് അവിടെ മിക്കവാറും ഉള്ളത്. ചെമ്മീൻ വരുന്നത് വളരെ അപൂർവമായിട്ട് വന്നാൽ അവരെ വിളിക്കും, അല്ലാണ്ട് അവർ പണിയില്ലാത്ത അവസ്ഥയാണ്. അതിനുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മീനില്ലാത്ത പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ചെയ്യുന്ന ജോലി വളരെ മോശം സാഹചര്യത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവിടെ നമ്മൾ കണ്ടാൽ നമുക്ക് സത്യത്തിൽ വിഷമം തോന്നും. നമുക്ക് അവർ ആ അന്തരീക്ഷത്തിൽ അവർ ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഇപ്പം നമുക്കതിന് വേണ്ടി MBD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. മത്സ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടി. അവർ ആകെ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുക, കയറ്റുമതിക്കാർക്ക് വേണ്ടി മാത്രമാണ്. കയറ്റുമതി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കയറ്റുമതി നിങ്ങൾ മീൻ പിടിച്ചെടുത്താലേ പറ്റുള്ളൂ. ഈ കയറ്റുമതി ചെയ്യുന്ന ഈ മീൻ നന്നാക്കി സംസ്കരിച്ചു കൊടുത്താലേ കയറ്റുമതി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തൊഴിലാളിക്ക് ആനുകൂല്യം കിട്ടണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. വേറെ ചെയ്തേണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ കരച്ചിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ നമ്മളുടെ ഈ കാറ്റിലും കോളിലും പെട്ട് സമുദ്രാതിർത്തി കടന്നു പോകുന്ന വള്ളങ്ങളുണ്ട്, അതായത് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും പെടുന്നവർ. അപ്പോൾ അവർ ചിലപ്പോൾ ഈ കാറ്റിലും കോളിലും അവർ അതിർത്തി അറിയാതെ പോകുന്നതായിരിക്കാം. പക്ഷേ ഇന്നും ശവം കിട്ടാതെ അവരുടെ അതിർത്തിയിൽപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കാം. പക്ഷേ ഇന്നും വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരുടെ ശവങ്ങൾ പോലും കിട്ടാതെ വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീ. അപ്പം അങ്ങനെ ആ അതിർത്തി വിട്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ സർക്കാർ വരുമ്പോൾ അതിനകത്ത് സമുദ്രാതിർത്തി വിട്ടിട്ട് പോകുന്നതിൻ്റെ കാരണം പറഞ്ഞ് ഇപ്പം ശ്രീലങ്കയിലായാലും പാകിസ്ഥാനിലായാലും അവരൊക്കെ തന്നെ നമ്മുടെ ആളെ പിടിച്ച് അവിടെ ജയിലിൽ വെക്കുക ചെയ്യുന്നത്. ഒന്നാമത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധം ഇവർ വഷളാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളിലൂടെയാണ് ഇത് നമ്മൾ തിരിച്ചെടുക്കാറുള്ളത്.
അപ്പോൾ അതിന് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പിന്നെ പോയിട്ട് പിന്നെ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് പോയ ആളുകൾ. അപ്പോൾ ആ ഗവൺമെൻറ്റുകളൊക്കെ ബന്ധപ്പെട്ട് മിഷണർ എംബസി മുഖാന്തരം ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവരാറാണ് നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. പക്ഷേ ചില കേസുകളിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ചില ബുദ്ധിമുട്ട് വരാറുണ്ട്. അതെന്തായാലും ഏറ്റവും വലിയ മുൻഗണന കൊണ്ട് കടലിൽ പോയിട്ട് അതിർത്തി കടന്നതിൻ്റെ പേരിൽ, അതിർത്തിയൊന്നും കടക്കാൻ വേണ്ടി പോകുന്നതല്ല. നല്ല മീൻ കിട്ടുമ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറം പോയി എന്ന് വെച്ചാൽ മീൻ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ മീനിന് ഇപ്പോൾ അതിർത്തിയൊന്നുമില്ലല്ലോ. കടലിൽ പോകുന്ന മീൻ അതിർത്തി ഉണ്ടാവില്ലല്ലോ. മീൻ ഇവിടുന്ന് മീൻ കുറച്ചങ്ങോട്ട് നീങ്ങി പോയാൽ അതിർത്തിയാണ്. അതുകൊണ്ട് അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലില്ലാന്ന് പറഞ്ഞാൽ അവിടുത്തെ അതും അന്യരാജ്യങ്ങളിലെ ജയിലില്ലാന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയേ മതിയാകൂ എന്നുള്ളതിന് സംശയം. പൊതുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും എന്നുള്ള കാര്യം സംശയമില്ല. അങ്ങ് ജയിച്ചു പോയാൽ ഞങ്ങളുടെ ജില്ലയെ മറക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ഉൾപ്പെട്ട ആളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് കെ വി ജോസി എന്നായിരുന്നു. എൻ്റെ ഭർത്താവ് ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം, 75,000 രൂപ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക്, ഡോക്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്ന് ആ ഓപ്പറേഷൻ നന്നായിട്ട് നടത്തിയൊരു മനുഷ്യനാണ് അങ്ങ്. അങ്ങയുടെ സാന്നിധ്യവും എന്നും കരുതലും ഞങ്ങൾക്ക് എന്നും സഹായമാണ്. അങ്ങയെ ഒരിക്കലും ഞങ്ങൾ മറക്കുകയില്ല. അതെനിക്ക് മനസ്സിലായി. ജോസി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം മീറ്റിങ്ങുകളിൽ ഏറ്റവും സജീവ സാന്നിധ്യമാവേണ്ട ജോസിയായിരുന്നു. അതൊരു പാർട്ടി നേതാവായിട്ടല്ല, അവൻ ബേസിക്കലി ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അത് വിട്ടിട്ടൊരു കളിയില്ലായിരുന്നു ജോസിക്ക്. അപ്പോൾ ചിലർ നേതാവാകുമ്പം കഥകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു ഭാഗം. പക്ഷേ ജോസി അങ്ങനെയല്ലായിരുന്നു. ജോസി കടപ്പുറത്തുനിന്ന് എൻ്റെ 2 പാർലമെൻറ്റ് ഇലക്ഷനും ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു നട്ടല്ലായിരുന്നു തീരദേശത്ത്. അത് ഇതൊക്കെ ആണെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളിയുടെ ഒരു പ്രശ്നം വന്നാൽ എന്നോട് ദേഷ്യപ്പെടാനും ജോസി മടിക്കാറില്ല. അത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല. അതൊരു വ്യക്തിപരമായ നഷ്ടമായി പോയി നമ്മുടെ. എൻ്റെ കുടുംബത്തിന് സാറ് ചെയ്ത ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടി നന്ദി പറയാനാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. പല വേദികളും ഞാൻ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ സാറ് ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. കൊറോണ സമയത്ത് എൻ്റെ മോള് മംഗലാപുരം സുലാഗാന്ധി നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ 4ാം വർഷ പരീക്ഷ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു മുഖത്തും കാലും ഒക്കെ ഇട്ട് നീര് വന്ന് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒന്നെങ്കിൽ അപ്പനും അമ്മയും അവിടെ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ ചെയ്താൽ ആ കൊറോണ സമയത്ത് അവിടെയും ഭയങ്കര രൂക്ഷമാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല, ആ കാലഘട്ടമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ചെയ്താൽ തന്നെ മാസക്കണക്കിന് സമയം എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ ഏറ്റവും നല്ലത് കേരളത്തിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ഞാനിവിടുന്ന് പല വ്യക്തികളെയും പോയി കണ്ട്, പല ഉന്നത രാഷ്ട്രീയക്കാരെ പോയി കണ്ടു. അപ്പോൾ അവരൊക്കെ നമ്മളെ തഴഞ്ഞാദ്യം. അതിനുശേഷം ഞാൻ സരുൺ റോയിനെ പോയി കണ്ട് കാര്യം പറഞ്ഞു. സരുൺ റോയി അപ്പം തന്നെ വേണുഗോപാൽ സാറിനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പം തന്നെ എം പിനെ ഉണ്ണിത്ത സാറിനെ വിളിച്ച്, കാസർഗോഡ് എം പി ഉണ്ണിത്ത സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച ഉടനെ അവിടുന്ന് ആശുപത്രി ഓർഡറിനെ വിളിച്ച് സംസാരിച്ച് പെട്ടെന്ന് തന്നെ തലപ്പാടി ആ കവാടത്തിനെ കൊണ്ടുവന്ന് വിട്ടുതരാമെന്നുള്ള കരാറിൽ വണ്ടി കൊച്ചിനെയും കൊണ്ട് അവിടെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ എം പിയും കളക്ടർ ഉൾപ്പെടെ അവിടെ നിന്നിട്ട് കേരളത്തിൽ നിന്ന് ഒരു ആംബുലൻസ് ഇങ്ങോട്ട് പോരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടാണ് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉടനെ തന്നെ ചെക്കിംഗ് ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് തന്നെ കയറ്റിവിട്ടു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഓരോ മെമ്പേഴ്സും അവിടുന്ന് കയറി കൊച്ചിന് വേണ്ട ആവശ്യമായ വെള്ളം, ഭക്ഷണം ഇതൊക്കെ കൊടുത്തിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിന് ശരത്ത് ചേട്ടനും അതിന് കുറച്ച് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ സാറിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. മകള് ഇവിടെ ഉണ്ട്. അതിനുശേഷം കൊച്ചി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് 4ാം വർഷം അങ്ങോട്ട് തിരിച്ച് ചെന്ന് എക്സാം എഴുതാനായിട്ട് 1 വർഷം വൈകി. കൊച്ചിന് ക്ഷീണം കാരണം അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തു. അങ്ങനെ പരീക്ഷ എഴുതിയിട്ട് കൊച്ചി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ തന്നെ ടോപ്പർ റാങ്കറായിട്ട് മാർക്ക് മേടിച്ചു. അപ്പോൾ അതിന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഓണർ ലൂയി സാറ് പ്രത്യേക അഭിനന്ദനം പറഞ്ഞിട്ട് അവിടെ മെഡിക്കൽ ട്രസ്റ്റ് ജോലിക്ക് കയറ്റിയായിരുന്നു. എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം പുള്ളി തിരിച്ച് പോകുന്നു, ടയർഡായ കാരണം. എങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്. മരുന്ന് കഴിക്കുന്നുണ്ട്.
കുഴപ്പമില്ല. എന്നാൽ ആ മുമ്പത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാറി. അതിൽ ബയോപ്സി ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമൽ ചേഞ്ച് ഡിസീസ് അതായത് 11 പോകേണ്ട യൂറിൻ പ്രോട്ടീൻ 11 പോകേണ്ട പാട്ടിൽ 5000 സംതിങ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മരുന്ന് അത്രയും നല്ല മരുന്ന് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് അവിടെ ചെന്നെങ്കിലും നടക്കത്തുള്ളൂ. അപ്പോൾ ആ മരുന്ന് ഏകദേശം കഴിച്ച് ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. ഇപ്പോൾ ഒരു വൈറ്റ് എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് കയറുമ്പോൾ എനിക്ക് ശരീരം മൊത്തം തല ഉൾപ്പെടെ നീരാണ്, മൊത്തം നീര് വന്നിങ്ങനെ കിടക്കുമ്പം ഓരോ ജില്ലയിലും ഞാനും ആംബുലൻസ് ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് എൻ്റെ ഒരു സങ്കടം പറഞ്ഞായിരുന്നു, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് അതിനകത്ത് വരാൻ പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോ ജില്ല എത്തുമ്പോഴും ഓരോ യൂത്ത് കോൺഗ്രസ്സിൽ ആരെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് എനിക്കുള്ള ഭക്ഷണം, വെള്ളം എല്ലാം. എന്നിട്ട് ഇവിടെ എറണാകുളം വരെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു എന്തായാലും അതിനകത്ത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊറോണ ടൈമാണ്, പോലീസ് പിടിക്കുമ്പോഴും പെട്ടെന്ന് എന്നോട് ഇവരെല്ലാവരും കൂടെ ശരത്തേട്ടനും സാരഞ്ചേട്ടനും എല്ലാവരും ഉണ്ട്, എല്ലാവരും വിഷമിക്കരുത് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതാത് സ്ഥലത്തുള്ള MP അവരവരൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് പെട്ടെന്ന് എന്നെ അവർ വിളിക്കുന്ന സമാധാനപ്പെടുത്തുന്ന പോലീസുകാരോട് പറഞ്ഞ് കയറ്റി വിടുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ എറണാകുളത്ത് വന്നതിന് ശേഷവും ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ സ്റ്റേക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെയും സാറിൻ്റെ ഇടപെടൽ, ഞങ്ങളുടെ അടുത്ത മെഡിക്കൽ MP വിളിച്ച് പറഞ്ഞ ഹോസ്പിറ്റലിൽ പ്രത്യേകം സൗകര്യങ്ങളോടുകൂടിയുള്ള താമസ സൗകര്യം ഒരുക്കി തന്നു. ഈ അവസരത്തിൽ ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു സാറിനോട്. സാറേ ഒരു ചോദ്യം കൂടി ഇവിടെ ഇത്ര നേരം ഇവരെല്ലാവരും കൂടി ചോദിക്കുമെന്ന് കരുതിയ ഒരു ചോദ്യമാണ്. മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം തീരദേശ ഹൈവേ. ഈ ഹൈവേ വരുന്നത് കൊണ്ട് എല്ലാവരുടെ വീടിൻ്റെ വീടിനകത്ത് വരെ ഈ പിങ്ക് കുറ്റിയിട്ടിട്ടുണ്ട്. ഈ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബങ്ങൾക്കൊരു ലോൺ എടുക്കുന്നതിന് വേണ്ടി, അത് അതുങ്ങളെ ആ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ആ പ്രമാണം കൊണ്ട് ബാങ്കിൽ കാണിച്ചാൽ പിങ്ക് കുറ്റിയിട്ടതിൻ്റെ പേരിൽ അതുങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല. അതിന് ആ കുട്ടികളെ വിവാഹം ചെയ്തു വിടുന്നതിന് വേണ്ടിയാണ് അവർ വളരെയധികം ബുദ്ധിമുട്ട് ബാങ്കുകാർ അവരെ ഓടിക്കുക. അതിനൊരു നടപടി ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞ കാര്യമാണ്. ഈ തീരദേശത്ത് നല്ല റോഡ് വരുന്നത് നല്ല കാര്യം, പക്ഷേ തീരദേശം അന്യാധീനപ്പെടുത്തിയിട്ടല്ല നല്ല റോഡ് വരേണ്ടത്. അത് ആകെപ്പാടെ എത്രയാ സെൻറ്റ് സ്ഥലമുള്ളത് ഒരു മത്സ്യത്തൊഴിലാളിക്ക്? 5 ഏക്കർ 6 ഏക്കർ 8 ഏക്കർ ഒന്നും ഇല്ലല്ലോ. ആകെയുള്ളത് 2 3 4 സെൻറ്റ് 5 സെൻറ്റിലാണ് മത്സ്യത്തൊഴിലാളി ജീവിക്കുന്നത്. അപ്പോൾ ആ സ്ഥലവും കൂടെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ വികസനമുണ്ട്. അപ്പോൾ റോഡ് വേണമെന്നുള്ളത് സത്യം. ഇപ്പം നല്ല റോഡ്, ഇപ്പോഴത്തെ റോഡ് തന്നെ വികസിപ്പിച്ച് വെച്ചാൽ കൊള്ളാവുന്ന നല്ല റോഡുണ്ട് ഇപ്പോൾ തീരദേശത്ത്. അതൊന്നും കുറച്ച് നന്നാക്കി എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നതിന് പകരം തീരദേശം മൊത്തം ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനം ഉണ്ടാക്കാനും അവർക്ക് വന്ന് പെട്ടെന്ന് പോകാനും ആ മുതലാളിമാർക്കൊക്കെ വന്ന് പോകാനും അത് വിനോദസഞ്ചാരികൾക്ക് വന്ന് പോകാനുള്ള സംവിധാനം നിലനിൽക്കുന്ന വലിയ റോഡ്. നമുക്ക് റോഡ് വേണം. ഇപ്പം സത്യത്തിൽ എല്ലായിടത്തും നല്ല റോഡുണ്ട്, പാലങ്ങളുണ്ട്. ഇപ്പം കണക്ട് ചെയ്ത് ഇപ്പം നമ്മൾ പോയ ആറാട്ടുപുഴയിലെ പാലവും അതുപോലെ തന്നെ അഴീക്കൽ പാലവും എല്ലാം വന്നതോടുകൂടി കണക്ട് ചെയ്ത് അങ്ങ് വരെ പോകാനുള്ള സംവിധാനമുണ്ട്. ആ റോഡ് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ മഞ്ഞക്കുറ്റി ഇപ്പം മറ്റേ കുറ്റി ഇപ്പം ഇല്ലാതായിട്ടുണ്ടല്ലോ ഒരുപോലെ, ആ സിൽവർ ലൈൻ അതുപോലുള്ള കുറ്റി തന്നെ ഈ കുറ്റി പറിച്ച് മാറ്റേണ്ടി വരും നമുക്ക്. അത് സംശയമില്ല. മത്സ്യത്തൊഴിലാളികളെ അനുഭവപ്പെടുത്തുന്ന കുറ്റിയൊന്നും കൊണ്ടുപോകാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല.